ഇസ്രായേലിൽ മലയാളി വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ ജോർദാനിലേക്ക് പോകാൻ ഏജന്റിന് 1.5 ലക്ഷം രൂപ നൽകിയെന്ന പരിക്കുപറ്റി നാട്ടിൽ തിരികെ എത്തിയ എഡിസൺ ചാൾസ്. ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിക്കവെയാണ് വെടിയേറ്റതെന്ന് എഡിസൺ ജനം ടിവിയോട് പ്രതികരിച്ചു. തുമ്പ സ്വദേശിയായ ബിജു ജലസാണ് ജോർദാനിലേക്ക് കൊണ്ടുപോയത്. 3.5 ലക്ഷം രൂപ ശമ്പളം വാഗ്ദാനം ചെയ്തിരുന്നതായും എഡിസൺ പറയുന്നു. മരിച്ച ഗബ്രിയേൽ എഡിസന്റെ സഹോദരി ഭർത്താവാണ്. ഫെബ്രുവരി 4-ാം തീയതിയാണ് എഡിസണും ഗബ്രിയേലും ഏജന്റ് ബിജു ജാലസിനൊപ്പം ജോർദാനിലേക്ക് പോയത്. 4 ദിവസം ജോർദാനിൽ താമസിച്ചു. 5-ാം ദിവസം ബിജു ഇസ്രായേലിലേക്കുള്ള ഗൈഡിന് ഇരുവരെയും കൈമാറി. തുടർന്നുള്ള യാത്രയിൽ ബിജു കൂടെയില്ലായിരുന്നു. ജോർദാൻ അതിർത്തി കടക്കാൻ ശ്രമിക്കവെയാണ് വെടിവെപ്പുണ്ടായത്. ആദ്യത്തെ വെടിവെപ്പിൽ തന്നെ തന്റെ ബോധം പോയതായി എഡിസൺ ജനം ടിവിയോട് പ്രതികരിച്ചു. അവര് ഷൂട്ട് ചെയ്ത് ബുള്ളറ്റ് എനിക്ക് കൊണ്ടപ്പോൾ എന്റെ ബോധം അങ്ങ് നഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കമാൻഡോ ഓഫീസിലാണ്, ടീൽസയിലാണ്. 1.5 ലക്ഷം രൂപ വിസിറ്റിംഗ് വിസയ്ക്കായി ബിജുവിന് ഇരുവരും നൽകിയിരുന്നു. 3.5 ലക്ഷം രൂപ ശമ്പള വാഗ്ദാനം നൽകിയാണ് ബിജു രണ്ടുപേരെയും ജോർദാനിലേക്ക് കൊണ്ടുപോയത്. ഞാൻ 1.5 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഡോളർ അവൻ എടുക്കാൻ പറഞ്ഞ് ഞാൻ എടുത്തായിരുന്നു. അത് അവൻ തന്നെ വാങ്ങിച്ചായിരുന്നു. നമ്മൾ ഇവിടെ നിന്ന് ഡോളർ എടുത്തിട്ട് പോയി. ഡോളർ എടുത്തിട്ട് പോയായിരുന്നു. ഞാൻ $600 എടുത്തു, എൻ്റെ അളിയൻ $500 എടുത്തു. അത് അവൻ അവിടെ വെച്ച് വാങ്ങിച്ചിട്ട് ആ ഡോളർ മാറിയിട്ട് 200 അവിടുത്തെ പൈസ വെച്ച് തന്നിട്ട് പറഞ്ഞു ഇത് ആ കാർ ഡ്രൈവറിന്റെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു. നാട്ടിലെത്തിയതിനു ശേഷമാണ് എഡിസൺ ഗബ്രിയേലിന്റെ മരണവാർത്ത അറിയുന്നത്. അനധികൃത കുടിയേറ്റത്തിന്റെ മരിച്ച ഗബ്രിയേൽ എഡിസന്റെ സഹോദരി ഭർത്താവാണ്. അതേസമയം ഗബ്രിയേൽ വിദേശത്തേക്ക് പോകുന്ന കാര്യം പറഞ്ഞിരുന്നില്ല എന്നാണ് വീട്ടുകാരുടെ പ്രതികരണം. പക്ഷെ ഇന്ന സ്ഥലത്താണെന്ന് പോണത് നമുക്ക് അറിയത്തില്ല. നമുക്കൊന്നും അറിയത്തില്ല. ഇവിടുന്ന് പറഞ്ഞിട്ടല്ല പുള്ളിക്കാരൻ ഇവിടുന്ന് പോയത്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പറയാൻ നമുക്ക് അറിഞ്ഞോ. പറഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നു. എഡിസനോടൊപ്പം ഇസ്രായേലിലേക്ക് കുടിയേറാൻ ശ്രമിച്ച 2 ശ്രീലങ്കൻ പൗരന്മാർ ജോർദാനിൽ ജയിലിൽ തുടരുകയാണ്. കൊല്ലപ്പെട്ട ഗബ്രിയേലിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനുള്ള നടപടി ശ്രമങ്ങളിലാണ് കുടുംബം. ജനം, തിരുവനന്തപുരം.